പ്രിയപ്പെട്ടവരെ നമസ്കാരം. യൂട്യൂബ് ഓപ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് കക്കോടിയിലെ ശാന്തിഗിരി ആശ്രമത്തിലാണ്. ഇവിടുത്തെ പൗർണമിയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്വാഗതം ഒരിക്കൽ കൂടി. എന്താണ് നിങ്ങളുടെ പേര്? എൻ്റെ പേര് മുസ്തഫ. എവിടെയാണ് സ്ഥലം? ഞാൻ കോഴിക്കോട് കാപ്പാട് കാട്ടിൽപ്പിടിക. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഞാനിവിടെ മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു ഇവിടെ എനിക്ക് പ്രത്യേകത തോന്നുന്നത് കൃത്യമായിട്ട് ഈ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. മനസ്സിന് ഓട്ടോമാറ്റിക്കലി ഒരു ശാന്തത കിട്ടും ഈ പ്രദേശം എത്തിക്കഴിഞ്ഞാൽ. അത് തന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ പ്രദേശത്ത് കക്കോടിയിലെ ഒരു കുന്നിന് മുകളിൽ ഈ ഒരു ആശ്രമം, പ്രത്യേകിച്ച് ഈ ആശ്രമത്തെക്കുറിച്ച് ഞാൻ OV വിജയൻ്റെ ഗുരുസാഗരത്തിലൂടെയാണ് ഈ കരുണാകര ഗുരുവിനെ ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന ആത്മീയ വഴി കരുണാകര ഗുരുവിനെ എത്തിയതിനു ശേഷമാണ് ഗുരുസാഗരം എന്ന് പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ നോവൽ OV വിജയൻ തീർന്നത്. നമുക്ക് ചില ഭക്തരുമായിട്ട് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കാം. എന്താണ് പേര്? എന്റെ പേര് സുജിത് എന്നാണ്. ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ് വീട്. ഞങ്ങൾ ആദ്യമായിട്ട് ആണ് ഇങ്ങോട്ട് വരുന്നത്. ഫസ്റ്റ് ആയിട്ട് ഒന്ന് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ എന്റെ ഫാമിലിയാണ്. ഇതെന്റെ സിസ്റ്റർ ആണ്, ഇത് അമ്മ, ഇത് ബ്രദർ ഇൻ ലോ ആണ്, ഇതെന്റെ വൈഫാണ്. ആക്ച്വലി ഞങ്ങൾ പുറത്താണ്. ഞങ്ങളിപ്പോ ലീവിന് വന്ന സമയത്ത് ഇതിനെ കുറിച്ച് കേട്ടപ്പം അതിങ്ങനെ വന്ന് നോക്കിയാണ്. എങ്ങനെ തോന്നുന്നു ഇവിടെ വന്നിട്ട്? വളരെ വളരെ എന്താ പറയാ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. എല്ലാത്തിനും ഒരു സമയം ഉണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ സമയമായി. അപ്പൊ നമ്മളിവിടെ വന്നു, കണ്ടു. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. താങ്ക് യു. എന്താണ് നിങ്ങളുടെ പേര്? എൻ്റെ പേര് പ്രകാശ്. ഇവിടുത്തെ ഉത്തരവാദിത്വം എന്താണ്? നമ്മൾ വിശ്വജ്ഞാന മന്ദിരം PR ആണ്, ആശ്രമത്തിന്റെ PR ആണ്. പിന്നെ ഇത് മാനേജ് ചെയ്തു. എത്ര വർഷമായി ആശ്രമമായിട്ട് ബന്ധപ്പെട്ടു? ആശ്രമമായിട്ട് ഞാൻ 2001 ഗുരുവിന്റെ അടുത്ത് എത്തുന്നത്. ഏകദേശം അതായത് ശാന്തിഗിരി ആശ്രമം തിരുവനന്തപുരം പോത്തൻകോട് എത്തുന്നത് 2001. എന്റെ മകന് 1 വയസ്സുള്ളപ്പോൾ. അപ്പോ ഇപ്പൊ അവന് 24 വയസ്സ് കഴിഞ്ഞു. എന്താണ് ഈ ഒരു കാലഘട്ടം ഈ ആശ്രമം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്? നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് സ്വാധീനിച്ചിട്ടുള്ളത്? ശരിക്കും എന്റെ ജീവിതത്തില് ഇത് ശരിക്കും ഒരു അനുഭവത്തിന്റെ വശമാണ്. നമ്മളൊരു ഗുരുവിനെ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളുണ്ട്. ഈ അനുഭവത്തിൽ കൂടിയാണ് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. പിന്നെ ശാന്തിഗിരി നമ്മൾ സത്യത്തിൽ ഞാൻ ഗുരുവിനെ ഇങ്ങനെ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു അനുഭവങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അതിനോട് കൂടുതൽ അടുപ്പം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഗുരുവിനെ കിട്ടുക, അത് തന്നെ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത്. ഒരു നമുക്ക് ഗുരുവിനെ കിട്ടി. പിന്നെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളൊരു ശ്രമിച്ചു നോക്കുന്നു. അതായത് നമ്മൾ ആ ഗുരു പറഞ്ഞ ഒരു രീതിയിലൊക്കെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. ആ രീതിയിലാണ് നമ്മൾ ആശ്രമത്തിനെ മനസ്സിലാക്കിയത്. ശ്രമിച്ചു നോക്കുകയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒരു ചെറിയ രീതിയിൽ തന്നെ നമ്മൾ ശ്രമിച്ചു നോക്കുമ്പോൾ നമുക്ക് വളരെ വലിയ അനുഭവങ്ങൾ കൂടിയാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ മുഴുവൻ സമയ അതെ മുഴുവൻ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലായിട്ട്, ആശ്രമത്തിന്റെ സിസ്റ്റത്തിലായിട്ട് ഇപ്പോൾ 2007 തൊട്ടിട്ടാണ് ആശ്രമത്തിന്റെ സിസ്റ്റത്തിലായത്. കുടുംബമൊക്കെ ഭാര്യയും ഒരു മകനുമാണോ? അവരൊക്കെ അതിന്റെ വിശ്വാസികളായിട്ട് തന്നെയാണ്. ഇവിടെ തന്നെ. സന്തോഷം. ഏതായാലും കണ്ടതിൽ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു.
എന്താണ് ഒരു ഈ ആശ്രമത്തിൽ വന്നതിന് ശേഷം? ഇതിനു മുമ്പും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനതിന്റെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഒരു തുറന്ന പ്രദേശമാണ്. എല്ലാ വിഭാഗത്തിനും ഇവിടെ കയറി വരാനും ഒരു ശ്രേണീകൃതമായ ഒരു വ്യത്യാസം ഇവിടെ കാണിക്കുന്നില്ല. എല്ലാ വിഭാഗം ആളുകൾ കൂടെ കയറി വരും. മതപരമായ ഇല്ലാത്ത രൂപത്തേക്കാണ്. പിന്നെ സത്യത്തിൽ കരുണാകര ഗുരുവിന്റെ ചരിത്രം പറയുന്നിടത്ത് മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ വായിച്ചെടുത്തോളം, ഇത് ഒരു സൂഫി വഴിയിലൊരുന്നാണ് കരുണാകര ഗുരുവിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ വായിച്ചാൽ ഓർക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് സത്യമെന്നും സത്യം ഗുരുവാണെന്നും ഗുരുവാണ് ദൈവമെന്നും. സത്യത്തിൽ അതൊരു വല്ലാത്തൊരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നത്. വാക്ക് സത്യമാകുന്ന എന്ന് പറഞ്ഞാൽ വാക്ക് കാലുഷ്യമാകുന്നതാണ് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ സത്യമായ വാക്ക് വരണമെങ്കിൽ അതൊരു ഗുരുവിൽ നിന്ന് വരണം. അപ്പൊ ആ വാക്കാണ് സത്യം. അപ്പൊ വാക്ക് കാലുഷ്യമാവുന്നതാണ് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ആ സത്യമായ വാക്ക് വരേണ്ടത് ഗുരുവിൽ നിന്നാണ്. അപ്പൊ ഗുരുവാണ് ദൈവം എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കരുണാകര ഗുരുവിന്റെ ഒരു സങ്കല്പം. അപ്പം ദൈവത്തിൽ നിന്ന് ഒരു ഗുരുവിലേക്ക് സത്യമായ വാക്കുകൾ കടന്നു വരിക എന്നുള്ളതാണ് ശരിക്കും ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. ആ നിലക്ക് ഈ ഒരു എല്ലാ വിഭാഗം ആളുകളും ആകർഷിക്കുന്ന ഒരു ചിന്ത ഇവിടെ നടക്കുന്നുണ്ട്. ഓരോ വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒരു കാലുഷ്യമില്ലാത്ത സത്യസന്ധമായ വാക്കുകളുടെ കാര്യങ്ങളെ കാണുമെന്നാണ് എനിക്കിതിൽ മനസ്സിലാകുന്നത്. വേറെ ഞാൻ എൻ്റെ വിശ്വാസങ്ങളായിട്ട് നീങ്ങുന്നു. ആ നിലയ്ക്ക് ഞങ്ങൾ വളരെ തുറന്ന രൂപത്തിൽ ഇവിടെ കയറി വരാനും യാതൊരു വ്യത്യാസങ്ങളില്ലാത്ത രൂപത്തിൽ എനിക്കിവിടെ കടന്നു വരാൻ സാധിക്കും. ശുഭ്രമാണ് ഇവിടുത്തെ എല്ലാം. ശുഭ്ര വസ്ത്രത്തിൽ ഇവിടുത്തെ അന്തരീക്ഷം ശുഭ്രമാണ്. ഈ ക്ഷേത്രമെന്ന് പറയാം, പക്ഷെ ഈ ലോട്ടസ് ടെമ്പിൾ ശരിക്കും അതും ശുഭ്രമാണ്. ആ രൂപത്തിലൊക്കെ തന്നെ എല്ലാ നിലക്കും ഒരു മനസ്സിനൊരു ഒരു ഊർജം കിട്ടുന്ന പ്രദേശം ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
എന്താ മോളെ പേരെന്താണ്? ഗുരുവന്ദന. ഗുരുവന്ദന. എവിടെയാ വീട്? എവിടെയാ? ചരിത്രം. എത്രയല്ല പഠിക്കുന്നത്? 3-ല്. ഇവിടെ വരാറുണ്ടോ സ്ഥിരമായി? ഓ, ഓ, വ്യാഴാഴ്ചയിൽ വരാം. നിങ്ങളെ ഇരട്ടകളാ? ഓ, അടിപൊളി. മോളെ പേരെന്താണ്? ഗുരുനിശ്ചിത. ഗുരുനിശ്ചിത. ഗുരുമിത്ര. ഗുരുനിശ്ചിത. ഗുരുനിശ്ചിത. എത്രയിലാണ്? 3-ല്. 3-ല്. ഇവിടെ സൂപ്പർ. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? നല്ല. അടിപൊളി. താങ്ക് യു. പേര്? സഗിരേഷ് ശരണം. എന്റെ പേര് ഗുരുനിശ്ചിത. എത്രയല്ല പഠിക്കുന്നത്? 5-ല്. ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടോ പൗർണമിക്ക്? സ്ഥിരമായിട്ടില്ല, പറ്റുന്ന പ്രാവശ്യമൊക്കെ വരാറുണ്ട്. വരാറ്. എവിടെയാ വീട്? എവിടെയാ? കുണ്ടൂപ്പറമ്പ്. ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന നമ്മുടെ സർവ ആദരണീയ സ്വാമി ജനറൽ സെക്രട്ടറിയും അയക്കുന്ന ഗുരുരത്ന ജ്ഞാനദർശിയെ ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ധമാരീയ സ്വാമി ഗുരുസ്വാമി സ്വാമി ഞാൻ ഈ പ്രസംഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ആയിണ്ടാവും.